നമ്മൾ സോയിൽ ഇറോഷനെ കുറിച്ചായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ? ഓക്കെ, how to conserve the soil erosion, how to prevent the soil erosion. നമ്മൾ soil erosion എങ്ങനെ നമുക്ക് prevent ചെയ്യാൻ പറ്റും, തടയാൻ പറ്റും. Anyway, due to the natural calamities, then running water, wind, ഇതൊക്കെ കാരണം നമ്മുടെ ഒരു നല്ലൊരു പോർഷൻ ഓഫ് സോയിൽ എപ്പോഴും ഒഴുകി ഒലിച്ചു പോകാറുണ്ട്, നഷ്ടപ്പെടാറുണ്ട് അല്ലേ? സോ അതിനെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇപ്പൊ നാച്ചുറൽ കലാമിറ്റീസ് ഒന്നും നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റത്തില്ല. We cannot prevent the natural calamities like earthquakes and all, isn't it? So earthquake പോലെയുള്ളത് അല്ലെങ്കിൽ ഫ്ലഡ് പോലെയുള്ളതൊന്നും നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റുന്ന ഒന്നല്ല. അത് ഓഫ് കോഴ്സ് നടക്കും. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വേറെ കുറച്ച് മെത്തേഡ്സുകളുണ്ട്, നമുക്ക് കുറെ രീതിയിൽ പ്രിവെന്റ് ചെയ്യാൻ പറ്റും. കംപ്ലീറ്റ്ലി പ്രിവെന്റ് ചെയ്യാം എന്നല്ല, ബട്ട് സം മെത്തേഡ്സ് ആർ ദേർ. കുറെയൊക്കെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്നത്. ഫസ്റ്റ് വൺ ഈസ് പ്ലാന്റിംഗ് മോർ ട്രീസ്. അതായത് എഫോറസ്റ്റേഷൻ. ഡിഫോറസ്റ്റേഷൻ മീൻസ് കട്ടിംഗ് ഡൗൺ ദ ട്രീസ്, ആൻഡ് എഫോറസ്റ്റേഷൻ മീൻസ് പ്ലാന്റിംഗ് ന്യൂ പ്ലാന്റ്സ്, മീൻസ് growing more trees. As we cut one tree, we should plant 2 or more than that. ഒരു ട്രീ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒന്നിൽ കൂടുതൽ, രണ്ടോ അല്ലെങ്കിൽ അതിനേക്കാൾ, അതായത് ഡബിൾ ട്രീസ് നമ്മൾ കട്ട് ചെയ്യുന്നതനുസരിച്ച് ഡബിൾ ട്രീസ് വി ഷുഡ് പ്ലാന്റ്. 10 മരങ്ങൾ മുറിച്ചാൽ 20 മരമെങ്കിലും നട്ടിരിക്കണം, നട്ട് വളർത്തണം. കാരണം ആ ഒരു മരം വളർന്ന മറ്റേ പഴയ മരത്തിന്റെ അത്രയും എത്തണമെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് മെനി ഇയേഴ്സ്, isn't it? It will take many years to grow, not 1 or 2 years. Within 1 or 2 years a plant will not become a small plant will not become a tree. It will take many years to grow like that way, isn't it? So when we cut one tree, we should plant double to that, double more than that, double. 10 മുറിച്ചാൽ 20 നടണം, അങ്ങനെ. So when what is that? I didn't understand. Anyway, so we can prevent erosion by planting the new trees. This is known as afforestation. This is why this is very effective in the hilly regions. Usually there will be more trees on the hills, isn't it? So when we cut down the trees, the roots will dry off. Then the roots cannot form all the soil in that soil. Then soil erosion will take place when there is rain and all. The most effective part of the soil erosion area is the hilly region, because water flows very fastly or very speedily from a hilly region. And we know that if we cut the trees from the hilly region, that area will be very highly affected by the soil erosion. അവിടെ നല്ലപോലെ സോയിൽ ഇറോഷന് സാധ്യതയുണ്ട് ഹില്ലി റീജിയനിലെ മരങ്ങൾ മുറിച്ചു കഴിഞ്ഞാൽ. സോ വി ഹാവ് ടു പ്ലാന്റ് മോർ ട്രീസ് in hilly regions, and not only in hilly regions, even in the plains also, but more effective in hilly regions. Next one is terrace farming. Terrace farming means, here a picture is given, page 145, second picture. Terrace farming helps the soil conservation. Means in area നമ്മൾ സ്ഥലങ്ങളിലൊക്കെ, നമ്മൾ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ തട്ടായിട്ട് സ്ഥലങ്ങൾ തിരിക്കുക. തട്ടായിട്ട് സ്ഥലങ്ങൾ തിരിക്കുക. ഇത് ഇവിടെ ആ ചിത്രത്തിൽ കാണാൻ പറ്റും. അപ്പൊ ഇവിടെ cutting hill slopes into steps or terrace reduce the soil erosion. നിങ്ങൾ ഈ ഇവിടെ എന്താ പറയുന്നത്, ഹാർപിൻ ബെൻഡ് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ചുരം, താമരശ്ശേരി ചുരം, വയനാട് ചുരം, കോഴിക്കോട് ചുരം എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഓക്കെ, ഹാവ് യു ട്രാവൽഡ് ലൈക്ക് ദാറ്റ് വേ? ഞാനൊരു പിക്ചർ നോക്കാം. അവിടെയൊക്കെ നമ്മൾ മൂന്നാർ അങ്ങനെയൊക്കെ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ ഹാർപിൻ ബെൻഡ് ഉണ്ട്, വളഞ്ഞു തിരിഞ്ഞ് ചുരം കയറി പോകുന്നത് അല്ലെ? അപ്പൊ അങ്ങനെ പോകുമ്പോൾ എന്താ വെച്ചാൽ വലിയ ഹില്ലാണത്. ഒരു ഹില്ലി ഏരിയയിൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇങ്ങനെ വണ്ടി കയറ്റി പോകാൻ പറ്റത്തില്ല. ഇപ്പം നമ്മുടെ വയനാട് പോലെയുള്ള സ്ഥലങ്ങളിലേക്ക് എത്തിപ്പെട്ടെങ്കിൽ ഡയറക്റ്റ് ഇങ്ങനെ നമുക്ക് ആ ഹില്ലിൽ കൂടെ റോഡ് വെട്ടി പോകാൻ പറ്റുന്നതല്ല, ബിക്കോസ് ഇറ്റ് ഈസ് വെരി ഹൈ ഹില്ലി ഏരിയ. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ റോഡ് എന്തായിരിക്കും, അവരിങ്ങനെ കുറെ വളഞ്ഞു പോയി, പിന്നെ വളഞ്ഞ് തിരിഞ്ഞ്, പിന്നെ തിരിഞ്ഞ് ഇങ്ങനെ. അപ്പൊ ഇറ്റ് വിൽ ടേക്ക് എ ലോങ് ടൈം ടു റീച്ച്. പക്ഷെ അതല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല. And if you have traveled in such ways, you might have seen plants. Plants means mostly they are growing their pineapple plant or tea plant and all. തേയിലത്തോട്ടങ്ങൾ അല്ലെ, തേയിലത്തോട്ടങ്ങളോ പൈനാപ്പിൾ തോട്ടങ്ങളോ ഒക്കെയാണ് അവരവിടെ.
അപ്പൊ അവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തട്ട് തട്ടായിട്ട് തിരിച്ചിട്ടാണ് അവിടെ. അതായത് ഒരു ഇത്രയും ഒരു ഏരിയ, കുറെ ഏരിയ, ഇത്രയും തന്നെ എന്റെ കൈ കൊണ്ട് കാണിക്കാൻ പറ്റുന്നില്ല, എനിക്ക് കാണിക്കാൻ പറ്റില്ല, ഒരു കുറച്ച് ഏരിയ അതിങ്ങനെ ഹിൽ, അതിവിടുന്ന് പിന്നെ ഒരു തട്ട് പോലെ തിരിച്ച് കട്ടാക്കിയിട്ട് വേറൊരു ഏരിയ, അങ്ങനെ അവിടെ എല്ലാം പ്ലാന്റ് നടാറുണ്ട്. ഞാൻ ജസ്റ്റ് ഐ വിൽ ട്രൈ ടു ഷെയർ ദ സ്ക്രീൻ. ലെറ്റ് മീ ഡ്രീം. See this. ഇതൊരു ഹില്ലാണ്. Look at the screen now, please. 1 second. Okay. This is a hill. See, ഈ ഹില്ല് ഇങ്ങനെ തട്ട് തട്ടായിട്ട് തിരിച്ചിട്ട് അവിടെ കൃഷി ചെയ്തൊക്കെ നോക്കി. It looks very beautiful, isn't it? വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് കാണുന്നതൊക്കെ. നോക്കി ഇതൊക്കെ നോക്കിയേ, തട്ട് തട്ടായിട്ട് തിരിച്ചിട്ട്. Looks very beautiful. നല്ല ഭംഗിയുണ്ട് കാണാൻ അല്ലേ? നോക്ക. See this and all. Terrace farming. So ഇതിന്റെ ഗുണം എന്താണ്? ഇവിടെ ഇങ്ങനെ കൃഷി ചെയ്ത് ഇനി ഇവിടെ അവര് കൃഷി ചെയ്യും. നമ്മളിങ്ങനെ ഈ ചുരമൊക്കെ കയറുന്നത് ഹില്ലി, ചുരത്തിൽ മാത്രമല്ല ഹില്ലി റീജിയൻ. അതാ ടീ പ്ലാന്റ് ഒക്കെ നട്ടേക്കുന്നുണ്ടോ? See this tea plant. Okay. See this. എത്ര മനോഹരം അല്ലേ? ബോത്ത് സൈഡ്സ് ആർ ഹിൽ. അതിന്റെ ഇടയ്ക്ക് കൂടെ അവരിങ്ങനെ വഴിവിട്ട് നല്ല നീറ്റ് ആയിട്ട്. ഓക്കെ. ഷഹബാസെ കണ്ടായിരുന്നോ സ്ക്രീൻ ഷെയർ ചെയ്തത്? ഓക്കെ. ഷഹബാസ്, ഷിസ, സായി കൃഷ്ണ, ഗ്രേസ്, മുഹമ്മദ്, ലക്ഷ്മിപ്രിയ, എൽവിൻ, ഏഞ്ചല, റുവൈസ, ആദിത്യൻ, സുനിൽകുമാർ. ആൻഡ് 1 സെക്കൻഡ്. ആദിത്യൻ ഇന്നലെ എനിക്ക് മെസ്സേജ് അയച്ചില്ലായിരുന്നു. മോനെ നോട്ട് കിട്ടിയോ മോനെ? കിട്ടിയോ? ഇല്ലേ? ഏത് ലെസൺ ആയിരുന്നു പറഞ്ഞേ? 4th ലെസൺ അല്ലായിരുന്നോ? കമ്പ്യൂട്ടറിന്റെ 4th ലെസന്റെ നോട്ട് തന്നതാണോ? ഇല്ലേ? എന്റെ ഫോൺ മാറിയത് കൊണ്ട് എനിക്ക് ആ ഫോണിനകത്ത് ഉണ്ടായിരുന്നു, ഞാൻ അയച്ച നോട്ടുകളൊക്കെ അതിനകത്ത് നഷ്ടപ്പെട്ടു. ഇല്ല, അതുകൊണ്ട് ചോദിക്കില്ല. 4th ലെസന്റെ ഇല്ല അല്ലെ? ഞാനൊന്ന് നോക്കിക്കോളാവേ. ഓക്കെ, ശരി. ഞാനിപ്പോ നോക്കണോ? വേണ്ട, ഇപ്പം വേണ്ട. ഇപ്പൊ നമ്മൾക്ക് സയൻസ് പഠിക്കാണ്. നെക്സ്റ്റ്, ടെറസ് ഫാമിംഗ്. ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ടെറസ് ഫാമിംഗ്? എന്താണെന്ന് മനസ്സിലായില്ലേ? Then cutting hill slopes into steps or terrace reduce the soil erosion. ഇതെങ്ങനെയാ soil erosion reduce ചെയ്യുന്നത്? ഒരു കുന്ന് പോലെ ഇത്രയും ഭാഗം ഉണ്ടെങ്കിൽ അവിടുന്ന് ഒലിച്ചു വരുന്ന മണ്ണ് ഈ തട്ടായിട്ടുള്ള ലെവലായിട്ടുള്ള സ്ഥലത്ത് വന്ന് വീണ് കിടന്നോളും. ഇഫ് ഇറ്റ് ഇസ് ഹില്ലി, കംപ്ലീറ്റ്ലി ഇങ്ങനെ ഒരേ ലെവലിൽ ഹില്ലാണെങ്കിലാണ് അങ്ങ് ഒഴുകി അങ്ങ് പോകുന്നത്, ആഴം വരെ എത്തുന്നത്. പക്ഷെ ഇത് ഒരു ഭാഗത്തുനിന്ന് വരുന്നത് ആ തട്ടായിട്ട് കിടക്കുന്ന പ്ലെയിൻ ആയിട്ട് കിടക്കുന്ന സ്ഥലത്ത് എത്തുമ്പോൾ അവിടെ സ്റ്റോപ്പ് ആയിക്കോളും, അവിടെ വീണ് കിടന്നോളും. സോ as the water flows downhill, soil from one step is left on the next step. So ഒരു സ്റ്റെപ്പിൽ നിന്ന് ഒഴുകി വരുന്ന മണ്ണ് അടുത്ത സ്റ്റെപ്പിൽ അവിടെ വീണ് കിടന്നോളും. It stays the soil on step left on the next step. This reduces the amount of soil loss. അപ്പൊ അവിടെ തന്നെ കിടക്കുന്നത് കൊണ്ട് പിന്നെ അത് ലെവൽ ആയതുകൊണ്ട് പിന്നെ അങ്ങനെ താഴോട്ട് വരും. ഇനി അത് ഇച്ചിരി കുന്നുപോലെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ താഴോട്ട് പിന്നെ പോകത്തുമില്ല അല്ലെ? ഓക്കെ. നെക്സ്റ്റ് വൺ ഈസ് ബിൽഡിംഗ് ബൺസ്. ബിൽഡിംഗ് ബൺസ് എന്ന് പറയുമ്പോൾ ഡ്യൂറിംഗ് ദ മൺസൂൺ മെനി റിവേഴ്സ് ഓവർഫ്ലോ ആൻഡ് വാഷ് അവേ ദ സോയിൽ ഓൺ ദയർ ബാങ്ക്സ്. വി നോ ദാറ്റ്. എന്താ ഷിസയ്ക്ക് അവിടെ സന്തോഷം കൊണ്ട് ഇരിക്കാൻ വയ്യല്ലോ മുത്തേ? ഷിസക്കുട്ടി, സോ ഹാപ്പി ടുഡേ. എന്താ ലഡു വല്ലതും കിട്ടിയാ? ഓക്കെ. During monsoon, many rivers overflow and wash away the soil from their banks. We know that last year, previous year and all, we faced flood, isn't it? Ruwais,
What's going on there? It's not PT period. Okay. Last year and previous year and all we faced flood, isn't it? You might have seen the visuals of floods last years and all. Then the rivers will overflow that time. ആ ടൈമിൽ റിവേഴ്സ് ഇങ്ങനെ ഓവർഫ്ലോ ചെയ്യും. അപ്പൊ ഓവർഫ്ലോ ചെയ്യുമ്പോൾ ആ റിവേഴ്സിന്റെ ബാങ്കിലുള്ള മണ്ണ്, അതായത് റിവർ ബാങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, പുഴയുടെ തീരത്തൊക്കെയുള്ള മണ്ണും മണലെല്ലാം ഒലിച്ചു പോകും അല്ലെ. ഓക്കെ. Then to prevent these, tall mud walls called bunds are built on the sides of rivers. അപ്പൊ ദാ ഈ ചിത്രത്തിൽ നോക്കിയേ, ഈ റിവറിന്റെ സൈഡില്, റിവറിന്റെ ബോത്ത് സൈഡ്സില് ബാങ്കില് ഇങ്ങനെ വലിയ മണ്ണും കൊണ്ട് തിട്ട പോലെ ഉണ്ടാക്കും. എന്താ, കയ്യാല പോലെ കെട്ടി വെക്കും ഇങ്ങനെ. സോ കുറെ പൊങ്ങിയായിരിക്കും നിൽക്കുന്നത്. അതുകൊണ്ട് ഈ റിവർ ബാങ്കിലുള്ള മണ്ണൊന്നും ഒലിച്ചു പോവാതെ തടഞ്ഞു നിർത്തും. The bunds hold the water between the river banks and prevent soil erosion. ആ റിവറിൽ നിന്നും പുറത്തേക്ക് വെള്ളം വരാതെ. If you have small streams and all in your place, നിങ്ങളുടെയൊക്കെ പറമ്പില്, നിങ്ങളുടെ വീടിന്റെ അടുത്തൊക്കെ ചെറിയ തോടുകൾ ഉണ്ടെന്ന് വിചാരിക്കുക. During rainy season, when it rains, you know that the streams start flowing there, isn't it? Is there any streams near your house? Muhammad, is there any streams near your house during rainy season? വീടിന്റെ അടുത്ത് തോടുണ്ടോ? ഇല്ല. മഴക്കാലത്ത് തോടില്ല. Whose house there is a Abel Binoy's house there is stream, isn't it? Lakshmi Priya's, Sai Krishna's and all. Okay. During rainy season, okay, Aditya Sunil Kumar also. During rainy season, water will flow there because there will be stream, water flows will be there. വെള്ളം ഒഴുകും അല്ലെ. അപ്പൊ മോസ്റ്റ്ലി നിങ്ങളുടെയൊക്കെ വീടിനടുത്തുള്ള തോട്, നിങ്ങളുടെ പറമ്പിൽ കൂടെ ഒക്കെ ഉള്ള തോട്, പിന്നെ എന്താണ്, രണ്ട് സൈഡിലും കല്ലൊക്കെ വെച്ച് കെട്ടി അതിന്റെ വഴിക്ക് മാത്രമായിട്ട് വിട്ടിട്ടുണ്ടാകും അല്ലെ. കാരണം എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാല്, when it rains more, നമ്മളിപ്പോ പറഞ്ഞ പോലെ റിവറിലെ പോലെ there is possibility for the streams to overflow. Then the water will come into our land and it will, as it flows, it will cause for the soil erosion. ആ തോട് ഇങ്ങനെ ഒഴുകിയിട്ട് നമ്മുടെ വെള്ളം മഴക്കാലത്ത് ഓവർഫ്ലോ ചെയ്യുന്ന സമയത്ത് നമ്മുടെ പറമ്പിലേക്കൊക്കെ വെള്ളം കയറും. അപ്പൊ ആ പറമ്പിൽ കൂടെ വെള്ളം ഒഴുകുമ്പോൾ പറമ്പിലുള്ള നല്ല മണ്ണൊക്കെ ആ വെള്ളത്തിനൊക്കെ ഒലിച്ചു പോകും അല്ലെ. അവിടെ പാഠശാല സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കറിയാം, നമ്മുടെ സ്കൂളിന്റെ മുറ്റത്ത് തന്നെ താഴെ തന്നെ നമുക്കൊരു സ്ട്രീം ഉണ്ട്, തോടുണ്ട്. അതിങ്ങനെ കെട്ടി കയ്യാല പോലെ കെട്ടിയിട്ട് ആ വെള്ളം അതിലേക്കൂടെ മാത്രമാണ് ഒഴുകുന്നത്. പിന്നെ ഡ്യൂറിങ് ഫ്ലഡ് ഇറ്റ് വിൽ കം ടു അവർ ലാൻഡ്. ഫ്ലഡിന്റെ സമയത്ത് വെള്ളം കയറാറുണ്ട്, കുളത്തിന്റെ അവിടെയൊക്കെ വെള്ളം കയറാറില്ലേ. ശാഖാഭാസും ഷീസയും പൂർത്തക്കേട് കാണിക്കാൻ വേണ്ടിയാണ് ഇപ്പൊ വീഡിയോ ഓഫ് ചെയ്തേ. അടങ്ങിയിരിക്കും കേട്ടോ. ഓക്കെ. സോ ഇങ്ങനെ ബണ്ട് കെട്ടിയിട്ട് കയ്യാല പോലെ കെട്ടിയിട്ട് അതിന്റെ ഉള്ളിൽ തന്നെ വെള്ളം നിൽക്കും ആ ഒരു പരിധിയിൽ തന്നെ. പിന്നെ ഒരുപാട് വലിയ ഫ്ലഡ് ഒക്കെ വരുമ്പോൾ ചിലപ്പോൾ ഓവർഫ്ലോ ചെയ്തൊന്നും വരും അല്ലെ. ഓക്കെ. Next method is cover crops. Cover crops means between harvesting one crop and raising the next crop, the fields lie bare. To prevent the soil from being blown away, a cover crop such as grass is grown. The roots of cover crops hold the grains of soil together and prevent them from being blown away. Trees and bushes are also grown along the boundary of the field to create a shield against strong winds. And the next method is cover crops. Do you know what is the meaning of cover crops? What is meaning here? ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലായോ? ഇല്ല. If we are growing some crops on your land, it will take 5 to 6 or 7 months for the crop. We will collect the crop from that, fruits or whatever it seeds, whatever we have to collect from that we will take, and then again next year we may cultivate there again. Another see this paddy. If you have paddy cultivation, what is meaning of paddy? Paddy എന്ന് പറഞ്ഞാൽ എന്താണ്? പാട്ട് പാടുന്നല്ല. paddy എന്ന് പറഞ്ഞാൽ എന്താണ്? നെൽകൃഷി. Okay. If we have gone to see a paddy cultivation, എന്താ എടുവിനെ മേലോട്ടും താഴോട്ടൊക്കെ നോക്കുന്നത്? എല്ലാവരും വരുന്നുണ്ടോ മൊളിക്കടെ? Then what? Okay.
പാടി കൾട്ടിവേഷൻ പോലെയല്ല അങ്ങനത്തെ എന്തെങ്കിലും കൃഷി നമ്മൾ നടത്തുക. ഇല്ലെങ്കിൽ നമ്മുടെയൊക്കെ വീടുകളിൽ നിങ്ങളുടെയൊക്കെ പറമ്പിൽ കപ്പ നടാറുണ്ട്, ടപ്പിയൊക്കെ അല്ലെ? ഹൗ മെനി ഓഫ് യു ഹാവ് ടപ്പിയൊക്കെ കൾട്ടിവേഷൻ ഓൺ യുവർ ലാൻഡ്? 1 2 3 4 5. ഓക്കെ ഓക്കെ. എനിവേ, ഞാനിപ്പോ ഒരു എക്സാമ്പിൾ പാടി അല്ലെങ്കിൽ ടപ്പിയൊക്കെ ഞാൻ പറയാം. പിന്നെ എന്തും അങ്ങോട്ട് നോക്കി പറയുന്നത്? അവിടെ ഉണ്ടോടാ പാടി കൾട്ടിവേഷൻ ഉണ്ടോടാ? എന്ത് വർത്താനം പറയുന്നേ? ഓക്കെ. ഈ ടപ്പിയോക്ക കൾട്ടിവേഷൻ ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് 6 or 7 or 8 months ഫോർ ദാറ്റ്. ആ കൾട്ടിവേഷൻ നമ്മൾ കപ്പൊക്കെ എന്താ പറയുന്നത്, തടമൊക്കെ എടുത്ത് കപ്പ നട്ടു, പിന്നെ അതിന് കുറെ പണികളൊക്കെ ചെയ്ത് ഫസ്റ്റ് നമ്മൾ കപ്പ പറിക്കും. ഫസ്റ്റ് നമ്മൾ റോ ആയിട്ട് അത് പറിച്ചെടുത്തിട്ട് നമ്മൾ ഡെയിലി യൂസിന് ഉപയോഗിക്കും. പിന്നെ നമ്മൾ ഇഫ് വി ഹാവ് മോർ വാട്ട് വി വിൽ ഡു, വിൽ ഡ്രൈ ആൻഡ് കീപ് ഇറ്റ് ഫോർ, വിൽ സ്റ്റോർ ഇറ്റ് ഫോർ റെയിനി സീസൺ ആൻഡ് ഉണക്കി സൂക്ഷിക്കും അല്ലെ? ഓക്കെ. ഈ കപ്പ പറിച്ചു കഴിയുന്ന പാടെ നമ്മൾ പിന്നെ അവിടെ കപ്പ നടാറുണ്ടോ? ഇല്ല. പിന്നെ എന്ത് ചെയ്യും? ആ ലാൻഡ് അങ്ങനെ ഫ്രീ ആയിട്ട് കിടക്കും അല്ലെ? പിന്നെ നെക്സ്റ്റ് ഇയർ, അതായത് നെക്സ്റ്റ് ഇയർ എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് മന്ത് ഓഫ് ഏപ്രിൽ ഓർ മെയ് ഓൺലി വി വിൽ ഡു ദാറ്റ് അല്ലെ? പിന്നെ നമ്മൾ ആ സമയത്തൊക്കെ ആയിരിക്കും നമ്മൾ അതിന്റെ കാര്യങ്ങൾ നോക്കുന്നത്. അപ്പൊ അത്രയും നാള് ദിസ് ലാൻഡ് വിൽ റിമെയിൻ ബെയർ, മീൻസ് വിത്തൗട്ട് എനി കൾട്ടിവേഷൻ. ഇറ്റ് വിൽ ടേക്ക് 2-3 months or 4 months and all, without any cultivation land will remain bare. Then during those time, if there is heavy rain or something like that way, what happens? The soil may erode from there. സോയിൽ അവിടുന്ന് ഒഴുകി പോകാൻ സാധ്യതയുണ്ട് ആ സമയത്ത് മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ, ഈ ഭൂമി വെറുതെ അങ്ങനെ കിടക്കുന്ന സമയത്ത്. സോ ടു പ്രിവെന്റ് ദാറ്റ്, വാട്ട് പീപ്പിൾ യൂസ് ടു ഡു, പീപ്പിൾ എന്ത് ചെയ്യും? ദേ വിൽ കൾട്ടിവേറ്റ് സം അതർ തിങ്. മീൻസ് 2-3 months കൊണ്ട് കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും പയറോ പാവലൊക്കെ ഇടും. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും നെല്ല് കൃഷി ചെയ്യുന്ന നെൽപ്പാടങ്ങള് അങ്ങനെയൊക്കെ ഉണ്ടെന്നറിയില്. അവിടെയൊക്കെ ചെന്ന് ഇപ്പൊ നെല്ലൊക്കെ കളക്ട് ചെയ്തു എന്ന് വിചാരിച്ചോ, ഗ്രെയിൻസ് എല്ലാം ഇതെല്ലാം കളക്ട് ചെയ്ത് നമ്മള് കട്ട് ചെയ്തു, എല്ലാം ഫ്രീ ആയി. ലാൻഡ് ഫീൽഡ് ഈസ് ഫ്രീ മീൻസ് അവിടെ അവര് പിന്നെ എന്തെങ്കിലും പച്ചക്കറികളൊക്കെ നട്ടുപിടിപ്പിക്കും. പയറ് പാവല്, നമ്മുടെ ഒക്കെ വെള്ളമൊക്കെ ഉണ്ടെന്നിരിക്കില്ല, കണ്ടിട്ടുണ്ടാവും അല്ലെ? അങ്ങനെ. So നമ്മൾ if we are not leaving the land freely like that way, or grace കണ്ടു പിടിച്ചു. ഓക്കെ. അപ്പം അങ്ങനെ എന്തെങ്കിലും ലാൻഡ് ഫ്രീ ആയിട്ട് കിടക്കുമ്പോൾ ഇതുപോലെ മഴയൊക്കെ പെയ്ത സോയിൽ ഇറോഷൻ പോസിബിലിറ്റി ഉണ്ട്. സോ ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് ഓർ ടു പ്രിവെന്റ് ദാറ്റ്, വാട്ട് പീപ്പിൾ യൂസ് ടു ഡു, ദേ വിൽ കൾട്ടിവേറ്റ് സംതിങ് ദേർ. ഇനി ഒന്നും കൾട്ടിവേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ മണ്ണ് പുല്ല് പോലെയുള്ള എന്തെങ്കിലുമൊക്കെ കൾട്ടിവേറ്റ് ചെയ്യും. ആരോടാണ് ഈ വർത്തമാനം പറയുന്നത് കുഞ്ഞാടെ? Who is there? Faith. Great. What is her name? Praise. Then പിന്നെ ആരുമില്ല അവിടെ, തനിച്ചാണ് വർത്താനം പറയുന്നേ. തന്നെ വർത്താനം പറയുന്ന ആരാന്നറിയാവോ? ഒറ്റയ്ക്കിരുന്ന് തന്നെ വർത്താനം പറയുന്ന ആരാ? നീ വർത്താനം പറഞ്ഞു വീഡിയോ ബാക്കി. ഓക്കെ. So to prevent the soil from being blown away, a cover crop such as grass is grown. ആ സമയത്ത് അവിടെ പുല്ലെന്തേലും കൃഷി ചെയ്യും. The roots of cover crops hold the grains of soil together. ആ സമയത്ത് എന്തെങ്കിലും പ്ലാന്റ്സ് അവിടെ ഉണ്ടെന്നൊരിക്കൽ അതിന്റെ റൂട്ട്സുകൾ മണ്ണിനെ ഇങ്ങനെ ഇറുകി പിടിക്കുക, അതായത് ഹോൾഡ് ഇറ്റ് ഫോംലി. So the soil erosion will be prevented. Trees and bushes are also grown along the boundary of the field to create a shield against strong winds. പിന്നെ നമ്മൾ ഇതുപോലെ വലിയ കൃഷി സ്ഥലങ്ങളുടെ ഒക്കെ സൈഡുകളിൽ എങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇതൊക്കെ വെച്ചുപിടിപ്പിക്കും, മരങ്ങളും അല്ലെങ്കിൽ ബുഷസ് ഒക്കെ വെച്ചുപിടിപ്പിക്കും. കാരണം മുഹമ്മദ് ടു പ്രിവെന്റ് ദ സോയിൽ ഇറോഷൻ. സോ ഇങ്ങനെ കുറെ മെത്തേഡ്സ് ഉള്ളു. പിന്നെ നമ്മുടെയൊക്കെ നിങ്ങളുടെയൊക്കെ വീട്ടിലെ പറമ്പിലേക്ക് ഒന്ന് ഇറങ്ങി നോക്കാം. പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലമല്ല എങ്കിൽ നിങ്ങളുടെ പറമ്പ്, നിങ്ങളുടെ വീടിരിക്കുന്ന സ്ഥലം, if it is not a plain land, the structure of your land is not plain, there will be bunds. കയ്യാലി ഒക്കെ കെട്ടിട്ടുണ്ടാവും നിങ്ങളുടെ പറമ്പില് അല്ലേ? ഉണ്ടോ?
ഇന്നത്തെ ഈ ക്ലാസ്സിൽ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി വർത്താനം പറയുന്നേ. എഡ്വിനെ മതിലാന്ന് നമ്മുടെ ലാൻഡ് ഇപ്പൊ ഒരു ചെറിയ ഹില്ലി പോലെ സ്ലോപ്പി ഏരിയ ആണെന്നൊരു നമ്മുടെയൊക്കെ പറമ്പിലൊക്കെ കയ്യാലൊക്കെ കെട്ടാറുണ്ട് അല്ലെ? എന്തിനാന്ന് വെച്ചാൽ മണ്ണൊലിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണത് കേട്ടോ. ഓക്കെ, സോ ദീസ് ആർ ദ methods to prevent the soil erosion or to conserve the soil. മണ്ണ് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മെത്തേഡ്സ് ആണ്. ഫസ്റ്റ് വൺ ഈസ് afforestation. Afforestation means planting more and more trees. When we cut down, we should plant double of that plants. Then second one is terrace farming. Terrace farming means in hilly region the land is cut into steps to prevent the soil erosion. When the soil is washed away from top part, it may come and settle in the second or third and the next layer means the next step. ഒരു സ്റ്റെപ്പിൽ നിന്ന് ഒഴുകി ആ ഒരു സ്റ്റെപ്പിന്റെ ഇടയ്ക്കുള്ള മണ്ണ് ഒഴുകി വന്നാൽ അടുത്ത സ്റ്റെപ്പിൽ അവിടെ വന്ന് വീണ് കിടന്നോളും. അതാണ് ടെറസ് ഫാമിംഗ്. Third method is building bunds. Building bunds means during the rainy season when there is more rain or when there is flood and all, the rivers will overflow. When the rivers overflow, the banks of rivers means river bank എന്ന് പറഞ്ഞ നദിയുടെ തീരം, river banks will overflow, and when the water flows, the soil from the river may flow away എന്ന് വെച്ചാൽ അവിടെ നിന്ന് ഒഴുകി പോകും മണ്ണൊക്കെ. സോ അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വെള്ളം ഒഴുകാൻ വേണ്ടി തന്നെ ഇതുപോലെ കയ്യാലയൊക്കെ കെട്ടി അതിന് ബണ്ട് കെട്ടി അത്രയും ഭാഗത്തോട് മാത്രം വെള്ളം വിടും. അപ്പൊ കുറച്ചുകൂടെ ഹൈറ്റിലായിരിക്കും, ഇതിന്റെ ഉള്ളിൽ തന്നെ വെള്ളം നിൽക്കും. അപ്പൊ തീരത്തുള്ള മണ്ണ് ഒന്നും ഒലിച്ചു പോകത്തില്ല. ദാറ്റ് ഈസ് ബൺസ്, ബിൽഡിംഗ് ബൺസ്. നെക്സ്റ്റ് വൺ ഈസ് കവർ ക്രോപ്സ്. Cover crops means after the cultivation of a crop, the land remains bare. The bare land will cause for the soil erosion if there is a heavy rain or wind and all. So to prevent that, we will plant some other plants like grass or any other cultivations like shrubs or herbs like that way. So the roots of that plant will form the soil, hold the soil firmly, and it may help to prevent the soil erosion. അതായത് ഒരു കൃഷി നടത്തിയതിനു ശേഷം അടുത്ത കൃഷി നടത്താനുള്ള ഇടവേളയിൽ മണ്ണിങ്ങനെ വെറുതെ നടന്ന് മഴയൊക്കെ പെയ്ത് പിന്നെ സോയിൽ ഇറോഷന് സാധ്യതയുണ്ട്. അങ്ങനെ സോയിൽ ഇറോഷൻ നടക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് അവിടെ നമ്മൾ വേറെ എന്തെങ്കിലും കൃഷിയും കൂടെ ചെയ്യും. ഒരു 2-3 മാസത്തിനൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ആ ഗ്യാപ്പിന് നമുക്ക് കൃഷി ചെയ്ത് വിളവെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള കൃഷി നടത്തും. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? ആ പ്ലാന്റിന്റെ റൂട്ട് എല്ലാം ഈ സോയിലിനെ നന്നായിട്ട് ഇറുക്കി പിടിച്ച് സോയിൽ ഇറോഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. സോ ദീസ് ആർ ദ മെത്തേഡ്സ് ടു പ്രിവെന്റ് ദ സോയിൽ ഇറോഷൻ. അണ്ടർസ്റ്റാൻഡ്? നിങ്ങൾ കണ്ട് എന്റെ കൊച്ചിനെ വല്ലാണ്ട് ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടല്ലോ. ആരാണ്ട്? എഡ്വിൻ ആണോ? പിന്നെ ആരാ? അല്ല എഡ്വിൻ അല്ല, ഗോഡ്വിൻ. കൊച്ചു കള്ള, ഈ ചേട്ടനെ ഡിസ്റ്റർബ് ചെയ്യും അല്ലേ? ഞാൻ വരുന്നുണ്ട് നിന്റെ വീട്ടിലേക്ക് കേട്ടോ. അവനോട് പറഞ്ഞുതരാം, ക്ലാസ് കഴിഞ്ഞും പറഞ്ഞാൽ അധികം പറയണ്ട. ഓക്കെ, സോ ലെസൺ ഈസ് ഓവർ. Now if you have any doubts, now you can ask, otherwise we'll go to discuss the question answers. ലെസൺ അകത്ത് എന്താ സോയിൽ ഇറോഷനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, അല്ലെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകാം. If you are saying something, you have to say clearly. I didn't understand. cover crops മനസ്സിലായിട്ടോ? Cover crops. Cover crops means suppose if you have planted tapioca. Tapioca means you know, revise. എന്താ? കപ്പ അറിയാവോ? Kappa. Okay. If you have planted tapioca on your land, it will take 6 months, something like that, 6 or 7 months, and it will take to get a good crop. അതിന്റെ ക്രോപ്പ് നല്ല വിളവെടുത്ത് മെച്ചൂർ ആയിട്ട് വരണമെങ്കിൽ ഒരു 6-7 മാസം സമയം എടുക്കും. പോട്ടെ 4-5 എത്ര മാസം വേണമെങ്കിലും. അത് നമ്മൾ പറിച്ചു, കപ്പ പറിച്ചതിന് ശേഷം ഇനി നമ്മൾ പിന്നെ കപ്പ കൃഷി ചെയ്യുന്ന നെക്സ്റ്റ്
സീസണിലാണ് അല്ലേ? ഇപ്പൊ നമ്മൾ നട്ടു, അത് വളർന്ന് വലുതായി, അതിന് അതെല്ലാം ശരിയായി പറിച്ചെടുത്തു. ഇനി ആ പറിക്കുന്ന പാടെ നമ്മൾ അടുത്ത കപ്പ നടുന്നില്ല, അതിനൊരു സമയമുണ്ട്. പിന്നെ നമ്മൾ അടുത്ത മാർച്ച് ഏപ്രിൽ മെയ്യിൽ അങ്ങനെ ആ സമയത്തൊക്കെയാണ് കപ്പയ്ക്ക് തടവെടുത്ത് കപ്പ നടാനുള്ള ഇത് നടക്കുന്നത്, അടുത്ത മഴ പെയ്യാൻ തുടങ്ങുന്ന സമയത്ത്. സോ ഡ്യൂറിങ് ദീസ് ടൈം മീൻസ് ഇപ്പൊ ഈ മന്ത് ഏതാണ്? ഡിസംബറിലും ജനുവരിയിലെ സാധാരണ കപ്പയൊക്കെ പറിക്കുന്നത്. ഓക്കെ, ഡിസംബറിൽ കപ്പ പറിച്ചു എന്ന് വിചാരിക്കുക. മന്ത് ഓഫ് ഡിസംബർ വി ഹാവ് collected all the crops from the tapioca plant. Then January, February, March and all are left out. March, April, month of May, I think some people they will start cultivation month of April, and some people in May and all. മഴ വരുന്ന സമയത്ത്, വേനൽ മഴ കഴിഞ്ഞ് അങ്ങനെ മഴ തുടങ്ങുന്ന സമയത്താണ് കപ്പയൊക്കെ നമ്മൾ നടുന്നത്. ഓക്കെ, അത്രയും നാളത്തേക്ക് this land will remain emptied. Means no cultivation is there, nothing is there, isn't it? ആ പറമ്പിൽ പിന്നെ ഒന്നുമില്ല, നമ്മളെല്ലാം പറിച്ചു, കപ്പയൊക്കെ പറിച്ചു, പറമ്പ് ഫ്രീ ആയി. അങ്ങനെ ഫ്രീ ആയി കിടക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഇനി ആ ഇടയ്ക്ക് മഴയെങ്ങാനും പെയ്തു കഴിഞ്ഞാൽ, അല്ലെ വലിയ കാറ്റൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അവിടുത്തെ മണ്ണെല്ലാം ഒലിച്ചു പോകാൻ സാധ്യതയുണ്ട്. സോയിൽ ഇറോഷൻ പോസിബിലിറ്റി ഉണ്ട് അല്ലെ? പ്രത്യേകിച്ച് ഒരു ഹില്ലി റീജിയൻ ഒക്കെ ആണെങ്കിൽ അങ്ങനെ ഉണ്ടാവും. സോ ടു പ്രിവെന്റ് ദാറ്റ്, അത് തടയാൻ വേണ്ടിയിട്ട് നമ്മള് വേറെ എന്തെങ്കിലും കൃഷി അവിടെ ചെയ്യും. ആ ഒരു ഗ്യാപ്പില്, മനസ്സിലായോ? ആ ഒരു ഗ്യാപ്പിൽ നമ്മൾ എന്തെങ്കിലും കൃഷി ചെയ്യും. മുന്നേ ഒന്നുമില്ല, ചിലരൊക്കെ പുല്ല് നട്ടുപിടിപ്പിക്കും. നിങ്ങളുടെയൊക്കെ വീട്ടിൽ പറമ്പിൽ റബ്ബർ മരം ഉണ്ടെങ്കിൽ റബ്ബറൊക്കെ വലുതായി, പാലൊക്കെ റബ്ബറൊക്കെ വെട്ടിയെടുത്ത് നമ്മൾ ഇതൊക്കെ ആക്കി ലാസ്റ്റ് നമ്മൾ ആ മരം മുറിച്ചു കളയും അല്ലെ? കുറെ വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ അങ്ങനത്തെ സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് മുറിച്ചു കഴിയുമ്പോൾ പിന്നെ പുതിയ റബ്ബർ നമ്മൾ നടണം അല്ലെ? ചില ആൾക്കാർ ആ വർഷം ഒന്നും നടുവല്ല, 1-2 വർഷത്തെ ഗ്യാപ്പ് ഇട്ടിട്ട് പിന്നെ അവിടെ നടും. കാരണം കുറെ എത്രയും വർഷം, 10-25 വർഷം മേളില് അവിടെ റബ്ബർ നിന്നിട്ട് പിന്നെ അത് മുറിച്ചു കഴിഞ്ഞ് വെച്ചിട്ട് പിന്നെ ആദ്യം പെട്ടെന്ന് തന്നെ വെക്കാതെ ചിലവര് ഉടനെ തന്നെ റീപ്ലാന്റ് ചെയ്യും. ചിലവര് അതിനൊരു ഗ്യാപ്പ് ഇടും, 1 or 2 years. ആ ഒരു ഗ്യാപ്പിൽ എന്ത് സംഭവിക്കും? ആ പറമ്പ് അങ്ങനെ വെറുതെ കിടക്കുകയാണ് അല്ലെ? നത്തിങ് ഈസ് ദെയർ. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ മണ്ണൊലിച്ചു പോകാൻ സാധ്യതയുണ്ട് മഴയൊക്കെ പെയ്യുമ്പോൾ. കാരണം അവിടെ റൂട്ട്സ് ഒന്നും ഇല്ല ഇപ്പം. അതുകൊണ്ട് ആ സമയത്ത് നമ്മൾ വേറെ എന്തെങ്കിലും അവിടെ കൃഷി ചെയ്യും. കപ്പ ഇടുകയോ അല്ലെങ്കിൽ വേറെ പൈനാപ്പിൾ നടുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കൾട്ടിവേഷൻസ് നമ്മൾ അവിടെ ചെയ്യും. മനസ്സിലായല്ലോ പറഞ്ഞത്? ഇതാണ് ഈ പറഞ്ഞ ലാസ്റ്റ് വണ് കവർ ക്രോപ്സ് എന്ന് പറയുന്നത്. ക്രോപ്സ് നടുന്നതിന്റെ ഇടയ്ക്ക് വരുന്ന ഒരു ഗ്യാപ്പിൽ നമ്മൾ വേറെ എന്തെങ്കിലും കൾട്ടിവേഷൻ ചെയ്യുന്നതാണ്. ഓക്കെ, എനിത്തിങ് എൽസ്? ചോദിച്ചാല് പോയോ? പുറത്ത് പോയോ? റിവൈസ് പോയിരുന്നു അല്ലേ? എന്തോ? റബ്ബറും സ്റ്റെപ്പ് അല്ലേ? റബ്ബർ സ്റ്റെപ്പ് ആണ്. Any, if you have any doubts, you can ask. Others will go to discuss the questions. No doubt. Okay, shall we go to the question answers? Take page 146. Take your pencil. Match the following. A. Bunds, planting new trees, cutting down of forest, protection of soil from erosion, big flat steps on hillsides. So first one is bunds. Bunds ഏതാണ്? D is the answer. Mud walls on the sides of rivers. So D യുടെ നേരെ number 1 ഇടുക. Second one, planting new trees is known as afforestation. A is the answer. So put number 2 for A. Planting more trees is known as afforestation. And third one is cutting down of forest. Deforestation means forest illadakkunnu. So put number 3 for B. Next, fourth one is protection of soil from erosion. Terrace farming. No. Soil conservation. Last one. So put number 4 for E. Last one in eduga. Next, fifth one, big flat steps on hillsides. Terrace farming.
Okay. So once again check the answer. Buns. Answer is B. Sorry, D. Planting new trees is a. Cutting down forest is a B. Grace അടയാളപ്പെടുത്തിയായിരുന്നോ? അത് എണീറ്റ് പോയായിരുന്നോ? Next, fourth one is soil conservation E, and fifth one is C, terrace farming. Okay. Next, circle the odd one out. There are 4 words given in each one question. So in that one is not matching for the others. So we have to circle the odd one. Soil, powdered rock, sand, plants. Plants. Okay. Put a circle around plants. Next one is second one, ant, earthworm, monkey, rabbit. Monkey. Why? Monkey പിന്നെ മരത്തിലെ കൂടി ചാടുന്നല്ലേ മിസ്സേ? Monkey lives on trees, but others are living on the soil, isn't it? Okay. So monkey, put a circle around monkey. Third one is bunch, planting trees, terrace farming, housing. And the rest three also are related to soil erosion വേണ്ടിയിട്ട് അല്ലെങ്കിൽ soil conservation വേണ്ടിയിട്ടുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് ബാക്കി മൂന്നെണ്ണം. Housing is the odd one there. Next, fourth one, wind, running water, rain, bunds. Because ബാക്കിയെല്ലാം നമ്മുടെ soil erosion cause ആകുന്ന കാരണമാകുന്നതാണ്. But bunds will help to conserve the soil. Okay, buds. So once again check that. First one is plants, second one is monkey, third one is housing, and fourth one is bunds. Next, see, tick the correct answer. Plants hold the soil by their dash: roots, stems, leaves. Roots. So put a tick mark for roots. Next, second one, the process of wearing away of soil is called dash: erosion, afforestation, erosion, conservation. Erosion is the answer. So put a tick mark for B. Yes. Next, third one, river Hongo is known as the sorrow of dash: Bengal, China, Bihar. ചൈനയുടെ ദുഃഖം എന്നറിയപ്പെടുന്നതാണ് റിവർ ഹോങ്കോങ്. ഹവാങ്കോ നല്ല പേരൊക്കെ അല്ലേ? ചൈനക്കാരുടെ പേരൊക്കെ നല്ല പേരല്ലേ? ഹവാങ്കോ. നമ്മുടെ ഇവിടുത്തെ പോലെ എന്താ വളപട്ടണം പുഴ, കാവേരി പുഴ, പിന്നെ എന്തോന്നാ നമ്മുടെ ഇവിടുത്തെ പുഴയുടെ ഒക്കെ പേര് അങ്ങനത്തെ വല്ലതാണോ? അതൊക്കെ എന്ത് ബുദ്ധിമുട്ട് പറയാൻ അല്ലേ? ഹവാങ്കോ നല്ല പേരാ. ഓക്കെ. Next, fourth one is soil erosion occurs due to dash: soil formation, conservation, deforestation. മരങ്ങൾ മുറിക്കുന്നത് കാരണമാണ് soil erosion ഉണ്ടാകുന്നതിൽ പറഞ്ഞിരിക്കുന്നതിൽ വെച്ചിട്ട്. Okay, once again check your answers. First one is roots, second one is erosion, third one is China, and fourth one is deforestation. Okay. Next, how is soil formed in nature? അത് നമുക്കിനി ആൻസർ ഞാൻ അയച്ചു തന്നോളാം കേട്ടോ. Anyway, our time is up. One more minute is left out. Next, ഇന്ന് നോട്ട് അയച്ചു തരാം. അതിനുശേഷം നമുക്ക് നെക്സ്റ്റ് ലെസൺ ഉണ്ട്. എയർ ആൻഡ് വാട്ടർ അല്ലേ? How many lessons are there? 7 ആണ് മിസ്സേ. മിസ് 3 എടുത്തിപ്പോ. Okay, 7 lessons are there, right? Okay. One, it is month of December. December ആയി നമുക്ക്. നമുക്കിനി ബാക്കി ഇനി 4 പാഠം കൂടെ പഠിക്കാനുണ്ട്. Third, fourth, fifth, sixth, seventh. 4 more lessons are there. We should complete. Okay. വേറെ എടുത്ത് തീർത്തില്ല നമുക്ക് റിവിഷൻ ചെയ്യാൻ സമയം കിട്ടൂല. മനസ്സിലാവുന്നുണ്ട് മിസ്സേ?
അതോടെ ഞാൻ ചോദിക്കുന്നത്, ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് യു ക്യാൻ ആസ്ക്. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാൻ പറഞ്ഞുതരാം. അതെല്ലാം ക്ലിയർ ചെയ്തിട്ടേ പോകുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നമുക്ക് വേഗം ക്ലാസ് തീർക്കാവല്ലോ. ഓക്കെ, ബൈ ദെൻ.